2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, 18ാം പ്രവാസി ഭാരതീയ ദിവസ് വേദി ഭുവനേശ്വർ. പ്രിയദർശിനി സാഹിത്യ പുരസ്കാര ജേതാവ് എം ലീലാവതി. 2025 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കാണായ്മ എന്ന പുസ്തകം രചിച്ചത് PF മാത്യൂസ്. ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ അരുൺ ബി നായർ. ദബ്നാണ്ടി എന്ന പുസ്തകം രചിച്ചത് MK രാജൻ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ജു ബോബി ജോസ്. ആദായ നികുതി കുടിശ്ശിക ഒത്തുതീർപ്പ് പദ്ധതിയാണ് വിവാദ് സേ വിശ്വാസ്. അനാഹതം ഹൃദയതാളം അതിജീവന സംഗീതനാദം എന്ന ആശംസാ കവിത രചിച്ചത് ശ്രീകുമാരൻ തമ്പി. കലാമണ്ഡലം ഗോപി ആശാൻ്റെ ഏറ്റവും പുതിയതായി പ്രകാശിതമായ കവിതാ സമാഹാരം മനോരഥം. ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷനറീസ് എന്ന പുസ്തകം രചിച്ചത് മനു പിള്ള. അന്തരിച്ച എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകിയ പേരാണ് MT നിള. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്നും തങ്കവീണ സമ്മാനമായി നേടിയ 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വീണാ വിദൂഷികയാണ് N ലളിത. ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ് യാനിക് സിന്നർ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് PT ഉഷ. ഏറ്റവും കൂടുതൽ പേർ കണ്ട ജീവചരിത്ര വിക്കിപീഡിയ പേജാണ് ഡൊണാൾഡ് ട്രംപ്. JC ഡാനിയൽ ഫൗണ്ടേഷൻ്റെ 15ാമത് ചലച്ചിത്ര പുരസ്കാരങ്ങൾ. മികച്ച സിനിമ 2018 എവരിവൺ ഈസ് എ ഹീറോ. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ പാച്ചുവും അത്ഭുത വിളക്കും. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച നടൻ ടൊവിനോ തോമസ്. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ്. T പത്മനാഭൻ്റെ ചെറുകഥാ സമാഹാരമാണ് കരുവന്നൂർ. ഏത് നവോത്ഥാന നായകന് വേണ്ടിയാണ് സ്വസ്തി ചിഹ്നത്തിൻ്റെ മാതൃകയിൽ അന്ത്യവിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്? ഡോക്ടർ പൽപു. നിലവിലെ ISRO ചെയർമാനാണ് ഡോക്ടർ V നാരായണൻ. BCCIയുടെ സെക്രട്ടറിയായി നിയമിതനായത് ദേവജിത്ത് സൈക്കിയ. കുട്ടികളുടെ രാജ്യാന്തര ഉച്ചകോടിയിൽ 1ാം സ്ഥാനം നേടിയത് കൊല്ലം. തരിശുനിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കതിരണി പദ്ധതി. സമൂഹത്തിൽ വളരെയേറെ വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർക്കുള്ള പദ്ധതിയാണ് ഡമേരു. ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് സ്റ്റേഡിയം വലം വെച്ച് തേജസ്വിനി എന്ന ദീപശിഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറിയത് ലക്ഷ്യ സെൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾ ജേതാവ് മാഡി സൺകിസ്. ദേശീയ ഗെയിംസിൻ്റെ പ്രധാന വേദി രജത ജൂബിലി സ്പോർട്സ് കോംപ്ലക്സ് ഉത്തരാഖണ്ഡ്. ഭാരതത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അമരാവതി. വാലിയന്റ് എന്ന പ്രശസ്തമായ സിംഫണിയുടെ സൃഷ്ടാവാണ് ഇളയരാജ. ഇന്ത്യയുടെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠി. ഏകദിനത്തിൽ അതിവേഗം 200 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യക്കാരൻ മുഹമ്മദ് ഷമി. കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളിയാണ് ഷൈനി വിൽസൺ.
റിസർവ് ബാങ്കിൻ്റെ നിലവിലെ റിപ്പോ നിരക്ക് 6.25. ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിത ജെറ്റ് ട്രെയിനർ വിമാനം യശസ്. റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ നയിച്ചത് പൂനം ഗുപ്ത. അപ്പം ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.